ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുപ്പിയിലുള്ളിൽ കൂടെ അടിച്ചപ്പോൾ ഇവിടെ ഒരു ഓട്ട ഇവിടെ പോയിട്ട് ഇനി നമ്മുടെ എയർ ഗൺ എടുക്കണം. അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ മേടിക്കാണ്ടിരിക്കുക. ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വീഡിയോ ആണ്. വേറെ ഒന്നുമില്ല, നമ്മളിന്നൊരു എയർ ഗൺ മേടിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരുപാട് പേര് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു എയർ ഗൺ മേടിക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് എയർ ഗൺ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ലീഗലായിട്ടുള്ള വശങ്ങൾ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കുഴപ്പമില്ല. നമുക്ക് ലീഗലി നമുക്ക് ഇവിടെ ഇന്ത്യയിൽ എയർ ഗൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ നമുക്കൊരു അടിപൊളി എയർ ഗൺ കിട്ടിയിട്ടുണ്ട്. സോ അത് മേടിക്കാൻ പോണതും അതിൻ്റെ യൂസും അൺബോക്സിംഗ് ഒക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാം. കിട്ടുന്ന വീഡിയോ ആണ് എല്ലാവരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് ഇത് പ്രൊഡക്റ്റ് വാങ്ങുന്നത് ജസ്റ്റ് കമൻറ്റ് അടിച്ചേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുക. സോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ എയർ ഗണ്ണിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ട്. പുള്ളിക്ക് എയർ ഗണ്ണ് വെക്കുന്നുണ്ട്. സോ ആളുടെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ട് ഒരു എയർ ഗണ്ണ് മേടിക്കണം എന്നുള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ മേടിക്കാണ്ടിരിക്കുക. പിന്നെ എയർ ഗൺ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ വെച്ചാലും ഈ കുറുവാസംഘം പോലുള്ള ടീംസൊക്കെ വരാണെങ്കിൽ നമുക്ക് എയർ ഗൺ എടുത്തിട്ട് പെരുമാറാൻ പറ്റുന്നതാണ്. ഗൈസ് അപ്പോൾ ഞാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാനും ഡാഡിയുണ്ട് പോകാനായിട്ട്. സോ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ അമ്മ വരുന്നില്ല. സോ നമ്മൾ കാർ എടുത്തിട്ട് പോവാണ് എയർ ഗൺ മേടിക്കാനായിട്ട്. സോ മേടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ പോയിട്ട് ഇനി നമ്മുടെ എയർ ഗൺ എടുക്കണം. അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐറ്റോടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ പെല്ലറ്റും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇതെടുത്തിട്ട് ഇനി നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ്. ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ കാണിച്ചു തരാം ഞാൻ വാങ്ങിച്ച എയർ ഗൺ ഏതാണ്. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കിട്ടുക. അതേപോലെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങുന്നത് ജസ്റ്റ് കമന്റ് അടിച്ച് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എയർ ഗൺ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഐറ്റം. സോ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തോക്ക് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇതേപോലത്തെ ലുക്കൊക്കെ ആയിരിക്കും നമ്മുടെ തോക്ക് നോക്കുന്നത്. സോ ഈ കമ്പനിയുടെ പേര് പ്രസിഹോൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ തോക്കാണ്. അതും NX200 എന്ന് പറഞ്ഞ ഒരു ക്ലാസിക് ഗണ്ണാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഇത് ഫൈബറിലാണ് ഇത് ഗണ്ണ് വന്നിക്കുന്നത്, മറ്റേ വുഡൻ അല്ല. ഗൈസ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എയർ ഗൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലീഗലാണ്, വേറെ സീനും കാര്യമൊന്നും ഇല്ല. പക്ഷേ 18 വയസ്സിന് മേലുള്ളവർക്ക് മാത്രമാണ് എയർ ഗൺ യൂസ് ചെയ്യാനുള്ള അനുമതിയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യണം. പക്ഷീനെയും പട്ടീനെയും വെച്ചൊന്നും വെടിയിക്കാൻ പാടില്ല. ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റമല്ല. ഇത് നമുക്ക് എയിമിങ്, നമ്മുടെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആക്കാനും നമ്മുടെ കയ്യിലേക്ക് വേറെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെയാണ് നമ്മുടെ എയർ ഗണ്ണിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഐറ്റം. പിന്നെ ഇത് വെച്ചിട്ട് ആരും ഉപദ്രവിക്കാനോ ഒന്നിനും ആരും നിൽക്കരുത്. എയർ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ശ്രദ്ധ ഉണ്ടായിരിക്കണം. കാരണം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ എയർ ഗണ്ണിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 150 മീറ്ററാണ്. 150 മീറ്ററിൽ നമ്മൾ വെടിവെക്കുന്ന അതേ ഫാസ്റ്റിൽ 150 മീറ്റർ വരെ നമ്മുടെ ഇതിൻ്റെ ആ ഒരു പെല്ലറ്റ് പോവും. സോ അത്രയ്ക്കും ശ്രദ്ധ വേണം. അടുത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടെന്നൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഗൈസ് അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഞാനിതിൻ്റെ ഒരു യൂസ് ചെയ്ത മോഡലൊന്ന് യൂസ് ചെയ്ത് നോക്കി. പക്ഷേ ഈ ഒരു മോഡൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. എൻ്റെ പവറും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ പിന്നെ ഇതിൻ്റെ റേറ്റ് പറയാനാണെങ്കിൽ എൻ്റെ റേറ്റ് എവിടെയാണ് നോട്ടെ ഗൈസ്. ഇതിൻ്റെ റേറ്റ് വന്നിക്കുന്നത് വേണ്ട 14,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിക്കുന്നത്. എനിക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടി ഇത് വാങ്ങിച്ചപ്പോൾ. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഗണ്ണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഗണ്ണോ ഏത് എയർ ഗണ്ണ് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ താഴെ കൊടുത്തേക്കാം. സോ ആ ഒരു ചേട്ടനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ കിട്ടും. അതേപോലെ തന്നെ വേറെ എയർ ഗണ്ണ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ പേര് പറയണം, എന്നാൽ മാത്രമേ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടുള്ളൂ. സോ എന്തായാലും ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ തുറക്കാൻ പോവുകയാണ്. സോ ഇവിടെ കുറച്ച് സെല്ലോ ടൈപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓക്കെ തുറന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണാനായിട്ട്. നമ്മുടെ എയർ ഗൺ തുറക്കാൻ പോവാണ്. എൻ്റെ അയ്യോ, ഇതിനുള്ളിൽ വേറൊരു ഇത് കൂടി ഉണ്ട്. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. എൻ്റെ മോനെ സീൻ ഐറ്റം. ഇത് കാണുന്നതാണ് നമ്മുടെ എയർ ഗൺ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-3.5 കിലോൻ്റെ ഭാരമുണ്ട് നമ്മുടെ ഐറ്റം. നമുക്ക് ഇതിൽ എയർ ഗൺ അല്ലാണ്ട് നമുക്ക് വേറെ വന്നിക്കുന്നത് കുറച്ച് പെല്ലറ്റ്സിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഒരു 150 പെല്ലറ്റ്സ് എന്തോ ഉള്ള ഒരു ഇതുണ്ട്. പിന്നെ എൻ്റെ പെല്ലറ്റിൻ്റെ ഇത് വന്നിരിക്കുന്നത് 0.177 ആണ് സൈസ് വന്നിരിക്കുന്നത്. സോ കുറച്ച് പെല്ലറ്റ്സും കാര്യങ്ങളും എൻ്റെ ഒപ്പം കിട്ടും. ഞാൻ കുറച്ച് പെല്ലറ്റ്സ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവലും കാര്യങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ കാണാൻ പറ്റും ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ എയർ ഗൺ എന്ന് പറയുന്നത്. എൻ്റെ മോനെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇങ്ങനെ പിടിച്ച് എയിം ചെയ്യാനൊക്കെ നൈസ്. സോ നിങ്ങൾ പറഞ്ഞ പോലെ എയർ ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ അടുത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ എയർ ഗണ്ണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഒരു 0.177 മറ്റേ പെല്ലറ്റ്സ് ഇട്ടിട്ട് വെടിവെക്കുന്ന ഒരു എയർ ഗണ്ണാണ്. പിന്നെ ഒരൊറ്റ ഷോട്ട് മാത്രമാണ് നമുക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ നൈട്രോൺ വന്നിക്കുന്നത് മറ്റേ സ്പ്രിംഗ് മോഡലല്ല. നൈട്രോ എന്ന് പറയുമ്പോൾ മറ്റേ
നൈട്രോ ഗ്യാസ് വെച്ചിട്ട് വെടിവെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇതൊരു സേഫ്റ്റി ലോക്കും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു പെല്ലറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സേഫ്റ്റി ലോക്ക് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര ഉള്ള കാര്യം. പിന്നെ ഇപ്പോൾ ഫൈബറാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഫൈബറാണ്. ഇവിടെ അധികം വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഭാഗത്താണ് നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ വന്നിക്കുന്നത്. സോ ഇത്രയാണ് എയർ ഗണ്ണിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ പ്രെസിഹോൾ സ്പോർട്സ് NX200 അത്തീന എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഐറ്റം. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ പിടിച്ചിക്കണം നിങ്ങൾ നോക്കണ്ട. അത്യാവശ്യം ഒരു 3-3.5 കിലോ ഭാരമുണ്ട് ഇത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് നമുക്ക് പറമ്പിൽ പോയിട്ട് നമുക്ക് ഷൂട്ടിങ് ചെയ്ത് നോക്കാം. സോ പറമ്പിലാകുമ്പോൾ അടുത്തൊന്നും ആൾക്കാരുണ്ടാവില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ വേറെ അടുത്തപ്പുറത്തെ ആൾക്കാരോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് കുറച്ച് ഇതിൻ്റെ പെല്ലറ്റ്സ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ പെല്ലറ്റ്സിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ പെല്ലറ്റ്സ് എന്ന് പറയുന്നത്. ഒരു 500 പെല്ലറ്റ് ഉണ്ട്. നമ്മൾ വാങ്ങിച്ച പെല്ലറ്റ് ഇങ്ങനെ ഫ്ലാറ്റ് ഹെഡാണ്. ഫ്ലാറ്റ് ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മളിത് ഒരു സംഭവത്തിൽ വെടിവെക്കുമ്പോൾ അതിങ്ങനെ ഓട്ടങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പോകും. നമ്മൾ നാരോ ഹെഡഡ് ആണെങ്കിൽ ചെറിയൊരു ഹോൾ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. സോ ഇത് ലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ നിലത്തേക്ക് ആക്കണം. സോ അങ്ങനെയാണ് ലോഡ് ചെയ്യുക. പിന്നെ ലോഡ് ചെയ്യണ സമയത്ത് നിങ്ങൾ ഒന്നെങ്കിൽ താഴെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിട്ടോ ലോഡ് ചെയ്യണം. ഒരിക്കലും ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ലോഡ് ചെയ്യരുത്. ഓക്കെ, എങ്ങാനും നിങ്ങളുടെ കൈ തെറ്റി ഇത് ഷൂട്ട് ആവുകയാണെങ്കിൽ ഒരാളുടെ മേത്ത് കൊള്ളാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന പറമ്പിലാണ് പോകുന്നത്. സോ ഈ പറമ്പിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ സൈഡിൽ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. മതിലും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും കെട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ വെക്കണ വെടി അധികം ദൂരത്തേക്കൊന്നും പോയില്ല. എങ്ങനെയും പോയി കഴിഞ്ഞാൽ മതിലും തട്ടിയോടെ നിന്നോളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറമ്പിൽ പോകാൻ പോവാണ്. ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന അത്ര നല്ലതല്ല. സോ എന്തായാലും നമുക്ക് പറമ്പിൽ പോയി ഞാൻ കാണിച്ചു തരാം ഇത് എത്രത്തോളം എഫക്റ്റീവാണ്, അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. മാത്രമല്ല ഇത് ഷൂട്ടിങ്ങിൻ്റെ പവർ അറിയാനായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ കൊക്കോളേരിയും സ്പ്രൈറ്റിന് ക്യാൻസ് മേടിക്കുന്നുണ്ട്. സോ അതിൻ്റെ മേലേക്ക് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന്. വീട്ടിലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിൻ്റെ ഒരു വെയിറ്റും അതുപോലെ തന്നെ ശരിക്കുള്ള തോക്ക് എങ്ങനെയാണ് എടുക്കുന്നത് ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു എയർ ഗണ്ണ് പിടിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം എന്തായാലും ഇതിൻ്റെ പവറും കാര്യങ്ങളും മാത്രമാണ് ഇനി കാണാനുള്ളത്. ഇതിപ്പോൾ എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതാ കാണുന്ന ചുമരിൽ മറ്റൊരു വട്ടത്തിലുള്ളൊരു ബോർഡ് ഉണ്ടല്ലോ നമുക്ക് ഉന്നം പഠിക്കാനായിട്ട്, അത് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിങ് പഠിക്കാനായിട്ട് നല്ല ഒരു അടിപൊളി സ്ഥലമാണ്. കാരണം നമുക്ക് വേറെ സ്ഥലത്തേക്കൊന്നും നമ്മുടെ ഷൂട്ട് നമ്മൾ വെടിയിക്കുന്ന പോവില്ല. സോ അത്രത്തോളം എഫക്റ്റീവായിരിക്കും. സോ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എനിക്ക് അങ്ങനെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫോക്കസ് വൃത്തിയാക്കാനും നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും സഹായിക്കും. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കുമ്പോൾ നോക്കി കണ്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. പിന്നെ ഈ കാണുന്ന തോക്ക് നമ്മൾ ശരിക്കും നേരവണ്ണം യൂസ് ചെയ്തില്ലെങ്കിൽ ആരുടെയെങ്കിലും മേത്ത് കൊണ്ട് കഴിഞ്ഞാൽ സെൻസിറ്റീവ് പാർട്സ് ആയ നമ്മുടെ നെറ്റി അതുപോലെ തന്നെ കഴുത്ത് അവിടെയൊക്കെ ഇതിൻ്റെ ബുള്ളറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ശരിക്കും മരണം വരെ സംഭവിക്കാവുന്നതാണ്. സോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് അത്രയ്ക്കും പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. സോ ഞാനാണെങ്കിലും അടുത്തോടത്ത് ആരും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇത് ഫയർ ചെയ്യുക. സോ നിങ്ങൾക്ക് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ എയർ ഗണ്ണൊക്കെ എടുത്തിട്ട് നമ്മൾ പറമ്പിൽ പോകാൻ പോവാണ്. സോ അവിടെ പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ക്യാൻസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ തോക്കും എടുത്തിട്ടുണ്ട്. സോ ഈ ക്യാൻ്റെ മേലെ വെടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്ത് മതിലാണ്, ഇത് കാണാൻ പറ്റും, ഇവിടെ മതിലാണ്. സോ അവിടെ മതിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെടിവെക്കുമ്പോൾ ഇത് അപ്പുറത്തേക്ക് കടന്നു പോവില്ല. സോ സേഫാണ് കാര്യങ്ങളൊക്കെ ഗൈസ്. അതുപോലെ തന്നെ ഇതൊരു പറമ്പാണ്. സോ ഇവിടെ പറമ്പിൽ അവിടെ മതിലുണ്ട്, ഇവിടെ മതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെയാണ് നമ്മൾ വെച്ചേക്കുന്നത് നമ്മുടെ ഷൂട്ട് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നത്. ഒരു ഏകദേശം ഇതൊരു 10 മീറ്ററിന് അടുത്തുണ്ടാവും. സോ ഇത്രയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി അകലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തെങ്ങൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. സോ നമ്മൾ ഇത്ര ഒരു ഡിസ്റ്റൻസ് എത്ര മീറ്റർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. സോ ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം കൃത്യമായിട്ട് അതിൻ്റെ പവർ കാണാൻ പറ്റും. സോ ഞാൻ വീണ്ടും പറയുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്കും എന്താ പറയുക സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. കാരണം ഇത് അത്രയും ഡേഞ്ചറായ സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ലോഡ് ചെയ്യണം. ഇത് ലോഡ് ചെയ്യണത് പെല്ലറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈ കാണുന്ന പെല്ലറ്റ്സ് നമുക്ക് ലോഡ് ചെയ്യണം. വേണ്ട, അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മളൊരു പെല്ലറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ തോക്ക് നമ്മുടെ മടിയിൽ ഇങ്ങനെ വയ്ക്കുക. മീൻസ് ഈ ഒരു സെറ്റപ്പിൽ വെക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇങ്ങനെ ആക്കുക. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും, ക്ലിക്കാവും. അപ്പോൾ നമ്മുടെ തോക്കിൻ്റെ ഉള്ളിലത്തെ ഗ്യാസ് ഉണ്ടല്ലോ അത് ലോഡായി കഴിഞ്ഞു. അതിന് ശേഷം ഇവിടെ ഒരു ഹോള് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഹോളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ കാണുന്ന പെല്ലറ്റ് വെച്ച് ഇങ്ങനെ വയ്ക്കുക. സോ
ഇപ്പോൾ നമ്മുടെ ഐറ്റം ലോഡഡ് ആണ്. എന്നിട്ട് മെല്ലെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഒരു എന്താ പറയുക, ഒരു തട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റം ലോഡായതിന് ശേഷം ഉണ്ട് ഇവിടെ നമ്മുടെ സേഫ്റ്റി ലോക്ക് വീണു. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെടി പോവില്ല. ഇവിടെ സേഫ്റ്റി ലോക്ക് നമ്മൾ ഓണാക്കണം. എടാ സേഫ്റ്റി ലോക്ക് നമ്മളിപ്പോൾ ഓണാക്കി. ഇനി നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെടി പോവും. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേറെ ഒന്നുമില്ല. നമുക്ക് ഈ കാണുന്ന ക്യാനിനെ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് വെടി വയ്ക്കണം. സോ അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. സോ ഞാനിവിടെ സേഫ്റ്റി ലോക്ക് ഒന്ന് ഓഫ് ചെയ്തു. സേഫ്റ്റി ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതിന് ശേഷം നമ്മുടെ ഈ കാണുന്ന ഇവിടെ ഒരു ഹോളുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഒരു വടി പോലെ സംഭവം കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടെ കൃത്യം നമ്മൾ എയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെടി വയ്ക്കാൻ പറ്റും. സോ ഞാൻ നോക്കി നോക്കട്ടെ. ഓ എൻ്റെ മോനെ, ഗായ്സ് നിങ്ങളെൻ്റെ പവർ കണ്ടോ? നോക്ക്, നമ്മുടെ പെപ്സിയുടെ ബോട്ടിലിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. പൊളിഞ്ഞ് പപ്പടപ്പരിവായി. സോ ഇത് വെച്ചിട്ട് നിങ്ങളുടെ മേത്ത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതായാലും ഒരു 2 ബോട്ടിലും കൂടി ഉണ്ട്. സോ അതും കൂടി ഒന്ന് വെടിവെച്ച് തകർക്കാം. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമ്മളൊന്ന് വെടിവെച്ച് നോക്കാൻ പോവാണ്. സോ അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വെള്ളത്തിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മേലെ നമ്മൾ വെടിവെച്ച് നോക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തുളച്ചിട്ട് അപ്പുറത്തേക്ക് വരെ നോക്കാം. ക്യാനാകുമ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റത്തെ ക്യാൻ പൊളിയാണ് ചെയ്തത്. അത് ഉള്ളിൽ കൂടെ കയറിയിട്ട് അപ്പുറത്ത് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അപ്പുറം കടക്കുമോ നോക്കാം. അപ്പോൾ നമുക്കിനി 3 എണ്ണം കൂടി ഉണ്ട്. ഒരു ബോട്ടിലും 2 ക്യാനും കൂടി ഉണ്ട്. സോ നമുക്ക് എന്തായാലും അടുത്തത് ലോഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. പെല്ലറ്റ് എന്നാണ് പറയുക. നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ തട്ടാം. ഈ ലോക്ക് ഓണാക്കുക. അതിന് ശേഷം ലോക്ക് ഓണാക്കല്ല, സോറി, ഓഫാക്കുക. അതിന് ശേഷം അടുത്തത് നമുക്ക് ഷൂട്ട് ചെയ്യണം. ഇത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. സോ ഇത്ര ഡിസ്റ്റൻസിൽ നമുക്ക് നമ്മുടെ എയിം ചെയ്യാൻ പറ്റുമോ നോക്കാം. ഏകദേശം 150 മീറ്റർ ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഡിസ്റ്റൻസ് വരെ പോണ ഹൈറ്റാണ്. അടുത്ത പെപ്സിയിലാണ് ഞാൻ നോക്കുന്നത്. ഓഫ് ഗൈസ്, അത് മിസ്സായി ആ ഷോട്ട്. കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ഭയങ്കര സഹായിക്കുന്ന ഒരു ഹൈറ്റാണ് ഇത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എയിം ചെയ്യാനായിട്ട്. ഒറ്റ കൈയോടെ പിടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. അടുത്തത് ഗൈസ്, അപ്പോൾ ഇത് എന്തായാലും ഞാൻ കൊള്ളിക്കാൻ പോവാണ്. കൃത്യം എയിം ചെയ്യണം. ഓ സീൻ ഗൈസ്, അപ്പോൾ നമ്മുടെ 3rd ബോട്ടിലും കൂടി അടിക്കാൻ പോവാണ്. 3rd ക്യാനും കൂടിയും സെറ്റ് ആയിട്ടുണ്ട്. നോക്കിക്കോ, മിറണ്ടേനെ അടിച്ചിരിക്കും. ഓ ഗൈസ്, അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ ഐറ്റത്തിൻ്റെ അവസ്ഥയാണ് ഇത്. കാരണം എത്ര വലിയ ഹോളാണ് ഉണ്ടാവുക. പക്ഷേ ഇത് തുളച്ചിട്ട് അപ്പുറത്തേക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ. സോ നമുക്ക് എന്തായാലും നമുക്ക് ഈ കാണുന്ന കുപ്പിയുമ്പോൾ ഒന്ന് അടിച്ച് നോക്കാം. ഗൈസ്, ഇത് ലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പവർ കൊടുത്തിട്ട് വേണമെങ്കിൽ ബാക്കോട്ട് വലിക്കാനായിട്ട്. കാരണം അത്യാവശ്യം നല്ല പവർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് കൂട്ടാനും ലൈക്ക് നമുക്ക് വെടി വയ്ക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നതാണ് ഇനി അത് വാങ്ങിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഫൈനലായിട്ട് നമ്മുടെ കുപ്പിയുമാണ് അടിക്കേണ്ടത്. സോ ഞാനിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുപ്പിയുടെ ഉള്ളിൽ കൂടെ തുളച്ച അപ്പുറത്തേക്ക് വരാൻ നോക്കാം. ഓ അപ്പോൾ നമ്മുടെ കുപ്പിയുടെ ഉള്ളിൽ കൂടെ അടിച്ചപ്പോൾ ഇവിടെ ഒരു ഓട്ട, അതുപോലെ ഈ ഭാഗത്തൊരു ഓട്ട, ഇങ്ങനെ തറച്ചിട്ട് ഈ വഴി കൂടെയാണ് പോയിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു ഓട്ട, ഈ ഭാഗത്തൊരു ഓട്ട. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങാൻ കമൻറ്റ് അടിച്ചോളൂ.